Hi dear friends, ഇന്ന് നമുക്ക് കൊത്തു ചപ്പാത്തി എങ്ങനെ സോയ ചങ്ക്സ് ചേർത്ത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 7 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സിസേഴ്സ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ചപ്പാത്തി കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ചപ്പാത്തി ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സോയ ചങ്ക്സ് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു ബൗൾ നിറച്ച് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം. ഏകദേശം 4-5 പ്രാവശ്യം നമുക്ക് ഇതുപോലെ കഴുകി പിഴിഞ്ഞ് എടുക്കാം. ഇപ്പോൾ 5 പ്രാവശ്യം കഴുകി കഴിഞ്ഞു. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോയ ചങ്ക്സ് മസാലയൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 ഏലക്ക ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കാം. ഇപ്പോൾ സോയാബീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് 2 സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം.
ഇനി അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് 2 തവി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ സോയ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.